മക്കളെ ഈസി ആയിട്ടൊരു 4 മാർക്ക് അങ്ങ് സ്കോർ ചെയ്താലോ എന്നാ പോരി എൻ്റെ കൂടെ നോക്ക്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു പൊള്ളൻ ഗ്രെയിൻസിന്റെ ഒരു ചിത്രം വന്നിട്ടുണ്ട് ഇവിടെ അല്ലെ. ചുവടെ നൽകിയിരിക്കുന്ന പരാഗരേണുവിന്റെ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യത്തിലേക്ക് പോയാലോ നോക്ക്. പരാഗരേണുവിനെ ശരിക്കും നോക്കിയിട്ട് എന്താണ് ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, പിന്നെ വേറെ ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ട്, എക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ചോദ്യം എന്താ, ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. എക്സ് എന്ന് പറയുന്ന ആള് അല്ലേ, ഏത് ന്യൂക്ലിയസ് ആണ് എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗം ഏത്. രണ്ടാമത്തെ ചോദ്യം എന്താ, പരാഗണത്തിന് ശേഷം എക്സിനുണ്ടാകുന്ന മാറ്റം എന്ന് എഴുതുക. അതായത് പരാഗണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ എക്സ് എന്ന് പറഞ്ഞ ആൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താന്ന് എഴുതുക. റൈറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എക്സ് ആഫ്റ്റർ പോളിനേഷൻ. പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ എക്സിന് ഉണ്ടാകുന്ന മാറ്റം എന്താന്ന് എഴുതുക. സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് പോകാം. നോക്ക്, എക്സ് എന്ന് പറയുന്ന ആളെ പേരാണ് ജനറേറ്റീവ് ന്യൂക്ലിയസ് അല്ലെ. ഇത് ട്യൂബ് ന്യൂക്ലിയസ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആളാരാണ്, ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ്. ആരാണ്, ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ്. യെസ്. അടുത്ത എന്താ പറഞ്ഞത്, യെസ് റൈറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് എക്സ് ആഫ്റ്റർ പോളിനേഷൻ അല്ലേ. എക്സിന് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ, പരാഗണം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്താ സംഭവിക്കുക. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡഡ് ടു ഫോം 2 മെയിൽ ഗാമേറ്റ്സ് അല്ലേ. പരാഗണം നടന്നു കഴിഞ്ഞാൽ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗാമേറ്റ്സ് ആയിട്ട് മാറും. എന്താണ്, പുംബീജങ്ങളായിട്ട് മാറും. അതാ പറഞ്ഞത്, പരാഗനാളിയിൽ വെച്ച് ജനറേറ്റീവ് ന്യൂക്ലിയസ് ക്രമഭംഗം വഴി വിഭജിച്ച് 2 പുംബീജങ്ങളായി മാറുന്നു അല്ലെ. പോളിനേഷന് ശേഷം ആഫ്റ്റർ പോളിനേഷന് ജനറേറ്റീവ് ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാമെന്താ, ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് 2 മെയിൽ ഗാമേറ്റ്സ് ആയിട്ട് മാറുന്നു, 2 പുംബീജങ്ങളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നോക്ക്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിന് ഉത്തരം എഴുതുക. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യത്തിലേക്ക് പോയാലോ, സ്പെസിഫിക് സെൽസ് സീൻ അറ്റ് ടിപ്പ് ഓഫ് ദ സ്റ്റെം ആൻഡ് ദ റൂട്ട് ഇൻ പ്ലാന്റ്സ് റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് എന്തിന് സഹായിക്കുന്നത്, വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്, ഏതാണ് ആ കോശം, കോശങ്ങളുടെ പേര് എഴുതുക. ഐഡന്റിഫൈ ദ സെൽ. അപ്പൊ ആ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ആ കോശത്തിന്റെ പേരെന്താന്ന് എഴുതണം. രണ്ടാമത്തെ ചോദ്യം എന്താ, റൈറ്റ് ഡൗൺ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സെൽ അല്ലേ. ആ സെല്ലിന്, ആ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ആ സെല്ലിന്റെ 2 സവിശേഷതകൾ. എനി 2 അല്ലേ, കുറെ സവിശേഷതകളുണ്ട്, നിങ്ങൾ വെറും 2 മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ. എന്താ നോക്ക്, യെസ്, ആ സെല്ലിന്റെ പേരാണ് മെരിസ്റ്റമാറ്റിക് സെൽ. വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന സ്റ്റെമ്മിന്റെ ടിപ്പിലും അല്ലെ കാണ്ഡത്തിന്റെ അഗ്രഭാഗത്തും വേരിന്റെ അഗ്രഭാഗത്തും കാണപ്പെടുന്ന ഈ സെല്ലിന്റെ പേരാണ്, ഈ കോശത്തിന്റെ പേരാണ് എന്ത്, മെരിസ്റ്റമാറ്റിക് സെൽ അല്ലെങ്കിൽ മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. പിന്നെന്താ പറഞ്ഞത്, അതിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. എനി 2 പക്ഷെ നമുക്ക് പറയാതെക്കാൻ പറ്റില്ലല്ലോ എല്ലാം. നോക്ക്, സെൽ വാൾ ഈസ് തിന്നർ അല്ലെ, കോശ ഭിത്തി അല്ലെ, അതായത് കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി അല്ലെ. പിന്നെന്താ, മോർ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം അല്ലെ, എന്താ കൂടുതൽ കോശദ്രവ്യം കാണപ്പെടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെന്താ പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ്, താരതമ്യേന വലിയ മർമ്മം. ഇതിൽ ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ മതി. ഇത് ആരെ പ്രത്യേകതയാണ്, മെരിസ്റ്റമിക കോശങ്ങളുടെ, മെരിസ്റ്റമാറ്റിക് കോശത്തിന്റെ പ്രത്യേകതകളാണെന്നുള്ള മനസ്സിലാക്കുക. എന്തൊക്കെയാണ്, സെൽ വാൾ ഈസ് തിന്നർ, മോർ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം, കമ്പാരിറ്റീവ്ലി ലാർജ് ന്യൂക്ലിയസ്, താരതമ്യേന വലിയ മർമ്മം, കട്ടിയുള്ള പ്രാഥമിക ഭിത്തി, കൂടുതൽ കോശദ്രവ്യം. ഓക്കെ അല്ലേ. ഈസി ആയിട്ട് 4 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. ഓക്കെ, കാണാം, ബൈ.